ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. എന്നാൽ പ്രതിഷ്ഠയെ ഗോപാലകൃഷ്ണനായും ഗുരുവായൂരപ്പനായും സങ്കല്പിച്ചു വരുന്നുണ്ട്. ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ളവയാണ്. ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം സേവിക്കുവാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലെത്തുമെന്നൊരു ഐതിഹ്യമുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവുമായും അമ്പലപ്പുഴ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. ഒരിക്കൽ ടിപ്പു സുൽത്താൻ ക്ഷേത്രം ആക്രമിക്കുമോ എന്ന ഭയത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം അമ്പലപ്പുഴയിൽ കൊണ്ടുവരികയും ചെമ്പകശ്ശേരി രാജാവിന്റെ കൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ ഒരു തിടപ്പള്ളിയും കിണറും ശ്രീകോവിലും പണി കഴിപ്പിച്ച് ഭഗവാനെ അവിടെ കുടിയിരുത്തുകയും ചെയ്തു. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് പാൽപ്പായസം. ഭഗവാന്റെ ഇഷ്ട വിഭവമാണത്. രുചിക്ക് പ്രസിദ്ധിയാർജിച്ച അമ്പലപ്പുഴ പാൽപ്പായസം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെ ഈ മണിക്കിണറിലെ വെള്ളവും പാലും അരിയും പഞ്ചസാരയും ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ്. പായസത്തിൽ പഞ്ചസാര ചേർക്കാറാവുമ്പോൾ പാചകക്കാരൻ വാസുദേവോ എന്നൊരു വിളിയാണ്. അത് കേട്ടാണ് പഞ്ചസാര കൊണ്ടുവരുന്നത്. 5 മണിക്കൂറിലധികം സമയമെടുത്തുള്ള ഏകാഗ്രമായ പാചകമാണ് ഇതിനുള്ളത്. പള്ളിപ്പാനയെക്കുറിച്ച് പറഞ്ഞല്ലോ. 12 വർഷത്തിലൊരിക്കലാണ് അമ്പലപ്പുഴ പള്ളിപ്പാന നടത്തുന്നത്. വേലൻ സമുദായത്തിൽപ്പെട്ടവരാണ് പള്ളിപ്പാന നടത്തുന്നതിലെ പ്രധാനികൾ. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ സാക്ഷിയാക്കിയാണ് ഇത് നടത്തുന്നത്. വിഗ്രഹത്തിലെ അശുദ്ധികൾ നീക്കം ചെയ്യാനും അതിന്റെ ശക്തി പുനഃപ്രതിഷ്ഠിക്കുവാനുമാണ് ഈ ആചാരം നടത്തിവരുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ തനതുകലകളിലൊന്നായ ഓട്ടൻതുള്ളലിന്റെ ഉദ്ഭവസ്ഥാനമാണിത്. തൃക്കൈവെണ്ണയ്ക്ക് ചീട്ടാക്കി അത് പൂജിച്ചും കിട്ടി. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ, ഗണപതി, ഭദ്രകാളി, നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. പുലർച്ചെ 5:30 നമ്മളിവിടെ. ഭാഗ്യം കൊണ്ടായിരിക്കണം 12 വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന പള്ളിപ്പാന സമയത്ത് തന്നെ നമുക്കിവിടെ എത്താൻ സാധിച്ചത്. തൊഴുതിറങ്ങുമ്പോഴേക്കും വെളിച്ചം വന്നു തുടങ്ങി. അഷ്ടമി, രോഹിണി, വിഷു എന്നീ ആഘോഷങ്ങളും വിപുലമായി നടത്താറുണ്ട് ഇവിടെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. കൂട്ടുകാരെ, നിങ്ങൾക്ക് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരയ്ക്കും ബായ്.